അങ്കോലയിൽ രക്ഷാപ്രവർത്തനം കരയിലെ രക്ഷാപ്രവർത്തനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ്. 3ഇടത്തും ഇന്ന് സിഗ്നൽ കിട്ടിയെടുത്ത് ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ല. നദിയിലേക്ക് ഈ തിരച്ചിൽ കേന്ദ്രീകരിക്കാനാണ് ഇനി ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ കേണൽ ഡിന്നി തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ഡിന്നി, വളരെ വളരെ നിരാശാജനകമായ ഒരു അവസ്ഥയാണ് അല്ലേ? അങ്ങേക്കും അറിയാം, നമ്മളെല്ലാവരും 7 ദിവസമായിട്ടും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ ആളുകളുടെ പലവിധ പ്രതികരണങ്ങളുമൊക്കെ ഉണ്ട്. അതൊക്കെ വൈകാരികമായ പ്രതികരണമൊക്കെ അതിൻ്റെ ഒപ്പമുണ്ട്, ശരി. പക്ഷേ അങ്ങയുടെ ഒരു അനുഭവത്തിൽ നിന്ന് എവിടെയാണ് നമുക്ക് പാളിയിട്ടുണ്ടാവുക? ഇന്ന് ഇതുവരെ എത്തുമ്പോൾ ഈ രക്ഷാദൗത്യം അത് ഒരു ശരിയായ വഴിയിൽ തന്നെയായിരുന്നോ എന്നൊരു സംശയം അങ്ങേക്കുണ്ടോ? ശ്രീ ദിവേഷ്, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പൊ എവിടെ ഒരു ദുരന്തം നടന്നാൽ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഫസ്റ്റ് റെസ്പോൺസ് ആണ് എപ്പോഴും നമ്മൾ ആ ഒരു ആപത്തിൽ നിന്ന് എത്ര പേരെ നമുക്ക് രക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ എത്രമാത്രം നാശം നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആ ഫസ്റ്റ് റെസ്പോൺസ്. അപ്പൊ അത് തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ കേരളത്തിലൊക്കെ കണ്ടതുപോലെ ഈ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എപ്പോഴും അല്ലെങ്കിൽ മിക്കവാറും ലോക്കൽസ് ആയിരിക്കും. എപ്പോഴും നമുക്ക് കാണാൻ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അവിടുത്തെ ആളുകളാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. അവരാണ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്നവരെ നമ്മൾ പറയും. ഇവിടെ വളരെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല. കാരണം 16-ാം തീയതി രാവിലെ 8:30 ഈ ഒരു സംഭവം നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് 17-ാം തീയതി 18-ാം തീയതി ഈ 2 ദിവസങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ അവിടുത്തെ ഗവൺമെന്റ് ആയാലും ശരി, അവിടുത്തെ സിസ്റ്റം ആയാലും ശരി, ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ മെക്കാനിസമാണ്. നമ്മളത് അവിടുത്തെ എവിടെ വേണമെങ്കിലും ആ സിസ്റ്റം 48 hours ആ വേണ്ട രീതിയിലുള്ള ഒരു പ്രവർത്തനം കാണിച്ചില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആ ഒരു രീതിയിൽ അവർ ഫസ്റ്റ് ദിവസം തൊട്ടേ അത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ പ്രോബബ്ലി എനിക്ക് മനസ്സിലാവുന്ന വെച്ചാൽ അവർ ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത്രയും മാത്രം കാഷ്വാലിറ്റീസ് ഉണ്ടായ ഒരു സംഭവം അവരെനിക്ക് തോന്നുന്നു ആദ്യം ഒരു ലാൻഡ് സ്ലൈഡ് ആയി റോഡ് ബ്ലോക്ക് ആയി എന്നുള്ള രീതിയിലേക്ക് മാത്രം, അത് 1-2 കാഷ്വാലിറ്റീസ് കാണും എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ് അവർ ഇനീഷ്യൽ പ്രതികരണം നിന്ന് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രഷർ വന്നപ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള മാധ്യമവും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രഷർ വന്നപ്പോഴാണ് പിന്നീടാണ് അവർ ഒന്ന് ഫുൾ നല്ല രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം നമുക്ക് മുന്നോട്ട് വെച്ചതും. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടാണ് ആർമിയുടെ റിക്വസിഷൻ കൊടുത്ത് ഇന്നലെയാണ് ആർമി എത്തുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സമയം നമുക്ക് ലോസ് ആയി അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരും. ആ നഷ്ടപ്പെട്ടതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോഴും ഇന്നും ഈ വൈകിട്ട് 5:10 ആയപ്പോൾ പോലും കരയിൽ ഇപ്പം ആ ട്രക്ക് ഇല്ല എന്നുള്ള ഒരു സ്ഥിരീകരണം ഞാൻ മനസ്സിലാക്കുന്നത് അവിടുന്ന് വരുന്നു എന്നതാണ്. അതിന്റെ ഒരു കൺഫർമേഷൻ ഫൈനലായിട്ടൊരു അവരുടെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ റിപ്പോർട്ടേഴ്സ് നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ് കരയിൽ അങ്ങനെയാണ് പറയുന്നത്. 3ഇടത്തും സിഗ്നൽ ലഭിച്ചെടുത്ത് പാറക്കെട്ടുകളാണ് കണ്ടത്. ഏകദേശം അവിടെ ഇല്ല എന്ന് ഒരു 95% ഉറപ്പിക്കുന്നു എന്ന് കണക്കാക്കാമെന്ന് തോന്നുന്നു. അതെ. അപ്പൊ അങ്ങനെ ഒരു ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടെയും ഞാൻ പറയുന്നത് ഇതിന്റെ നമ്മൾ ഈ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രശ്നത്തിന് തന്നെയാണ്. ഇവിടെ ഒരു കോർഡിനേഷൻ ഇഷ്യൂ ഇല്ല. ഇന്നലെ റവന്യൂ മിനിസ്റ്റർ, കർണാടകയിലെ റവന്യൂ മിനിസ്റ്ററാണ് 98% മണ്ണ് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നോക്കൂ, ഇന്ന് ഫുൾ ഡേ അവിടെ സൈന്യവും മറ്റ് NDRF എല്ലാം നമ്മളിപ്പോ സംസാരിച്ചിരിക്കുമ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ലാക്ക് ഓഫ് കോർഡിനേഷൻ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും അതായത് ഒരു ഏജൻസി വരുന്നു, അവരത് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത ഏജൻസി വരുന്നു. ഇതിനൊക്കെ നമുക്ക് NDRF അല്ലെങ്കിൽ NDMA എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ട്. ആ സംഘടനയിലേക്ക് അതിന്റെ പ്രോട്ടോകോളും SOPയും ഒക്കെ ഉണ്ട്. അത് ഡിസ്ട്രിക്ട് ലെവലിൽ വരെ ഉള്ള ഒരു സംഭവമാണ്. ഇത് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് അത് ഒരു ഓപ്റ്റിമം ആയിട്ടുള്ള ഒരു ഫംഗ്ഷണൽ രീതിയിലേക്ക് വന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് ശ്രീ രമേശ്. അത് കാരണമാണ് നമ്മൾ തോന്നുന്നു. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ അങ്ങും കണ്ടു കാണും, നമ്മൾ ഇതിൻ്റെ നമ്മുടെ ഒരു എതിർപ്പ് പലപ്പോഴും കന്നഡക്കാർ മോശമെന്ന നിലയിൽ പോലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പലരും ഇടുന്നുണ്ട്. നമുക്ക് അവിടെ ഇപ്പോൾ ഞങ്ങളുടെ ശ്രീധരനും രാഹുലും ഒക്കെ അവിടെ നിന്ന് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അങ്ങ് കണ്ടിട്ടുണ്ടാവും. കാരണം ആ പുഴയുടെ അപ്പുറത്തുള്ള ഒരു 4 വീടുകളുടെ ഒപ്പം വെള്ളം കയറി അവിടേക്ക് ആ വീടുകൾ ഒലിച്ചുപോയി. ആളുകൾ തുച്ഛമായ ഒരു സ്ഥലമാണ്. അവരുടെ ജീവൻ തന്നെ പലരും കാണാതായിട്ടുണ്ട്, ആശുപത്രികളിലാണ്. അപ്പോൾ അങ്ങനെ ആളുകൾ വന്ന് അല്ലേ, ആ സമീപ പ്രദേശത്തെ ജനങ്ങൾ വന്നൊരു രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളൊരു വാസ്തവമാണെന്ന് തോന്നുന്നു. പിന്നെ സിസ്റ്റം വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്തു എന്നതാണ് ഒരു വലിയ ചോദ്യമായി. ഇപ്പോൾ അങ്ങേക്ക് പറയാം, ഇപ്പോൾ 16-ാം തീയതി സംഭവം ഉണ്ടാകുന്നു. അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെയെങ്കിലും സൈന്യത്തെ കൊണ്ടുവരാനുള്ള ഒരു ഇടപെടൽ ജില്ലാ ഭരണകൂടമോ സംസ്ഥാന സർക്കാരൊക്കെ ചെയ്യേണ്ടതായിരുന്നു അല്ലേ സർ? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ആരുടെ റെസ്പോൺസിബിലിറ്റി? ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഡിസാസ്റ്റർ നടക്കുന്നു. അപ്പൊ ആ ഡിസ്ട്രിക്ട് ലെവലിലെ ഡിസാസ്റ്റർ, ഞാൻ മനസ്സിലാക്കുന്നത് ഡിസ്ട്രിക്ട് ലെവലിലെ ഡിസാസ്റ്റർ ഇൻചാർജ് ഡിസ്ട്രിക്ട് കളക്ടറാണ്.
അപ്പൊ ആ ഡിസ്ട്രിക്ട് കളക്ടർ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അവിടെ ഒരു ലേഡിയാണെന്ന് എനിക്കറിയാം, പക്ഷെ ആ വ്യക്തിക്ക് മനസ്സിലാവും ഇത്രയും ഒരു പ്രശ്നമുണ്ട്. ഇത് ഒരു നോർമൽ രീതിയിലേക്കുള്ള ഒരു ഓപ്പറേഷൻ അല്ല, ഇതൊരു SDRF അല്ലെങ്കിൽ ഒരു ആ രീതിയിലേക്കുള്ള ഒരു ഓപ്പറേഷൻ അല്ല, ഇതിന് ഹയർ ലെവലിലുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പൊ അതിനുള്ള റിക്വസിഷൻ ഞാൻ ഇമ്മീഡിയറ്റ്ലി അതിന് മൂവ് ചെയ്യുകയാണ്. അത് മൂവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അത് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് പിന്നെ വേണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് ആണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് തരാതിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ആർമിയെ വിളിക്കുന്നതിനകത്ത് ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ മറ്റു എന്ത് പ്രശ്നം. അപ്പം അവിടാണ് ഞാൻ പറഞ്ഞത്, ഈ ഫസ്റ്റ് ഒരു അനാലിസിസ് ചെയ്യാൻ തന്നെ ഒരു തെറ്റ് പറ്റി എന്നുള്ള ഒരു കാര്യം. അതായത് ഇതിന്റെ വ്യാപ്തി ഇത്രമാത്രം ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഈ റിക്വസിഷൻ ആയാലും ശരി, മറ്റ് ഇന്നലെ തന്നെ ഒരു ആർമി വന്നു കഴിഞ്ഞിട്ട് പോലും ഇപ്പൊ ആർമി വരുന്നത് എല്ലാവരും ചോദിക്കും എന്താണ് ഇങ്ങനെ. ആർമിക്ക് കൃത്യമായിട്ടുള്ള ഒരു ടാസ്ക് കൊടുക്കും, അതായത് ഇതാണ് നമ്മുടെ ആവശ്യം, ഇതാണ് അവിടുത്തെ സിറ്റുവേഷൻ. ബിക്കോസ് ഈ വരുന്ന ആർമിക്കാർ ആദ്യമായിട്ടാണ് ആ ഏരിയയിൽ വരുന്നത്. അപ്പൊ അവർക്ക് ഒരു റിക്വസിഷൻ കൊടുക്കുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ബ്രീഫിംഗ് ആദ്യമേ കൊടുക്കും, അതായത് കൊടുക്കണം. എന്നാലേ അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള എക്യുപ്മെന്റും മറ്റു കാര്യങ്ങളായിട്ട് വരാൻ സാധിക്കും. അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ടൈം കിട്ടി അവർക്ക് അതിന് റിയാക്ട് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കാണിക്കുന്നത് ഒരു ലാക്ക് ഓഫ് കോർഡിനേഷൻ ഡേ 1 തൊട്ടുണ്ട്. ആ ലാക്ക് ഓഫ് കോർഡിനേഷൻ കാരണം ഒരു ലീഡർഷിപ്പ് റോളിൽ അവിടെ നമ്മൾ ആരെയും കണ്ടില്ല. ആ ലീഡർഷിപ്പ് റോൾ ഇല്ലാത്തതുകൊണ്ട് ഇൻഫർമേഷൻ വരുന്നത്, ഇപ്പം നമ്മുടെ മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇൻഫർമേഷൻ വരുന്നത്. ഇപ്പൊ അവരില്ലായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കുക, ഒന്നും പുറത്തു വരില്ല. അപ്പൊ ആ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഓക്കെ ഫൈൻ, ഞാൻ റവന്യൂ മന്ത്രിയോ മറ്റാരും കൊടുക്കുന്നതിനൊന്നും എനിക്കൊരു പ്രശ്നമല്ല, കൊടുത്തോട്ടെ. പക്ഷെ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് രാവിലെ ഒരു വ്യക്തി വന്ന് പറയാം ഇന്ന് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഓപ്പറേഷൻ, ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരു അപ്ഡേറ്റ്, വൈകിട്ടാകുമ്പോഴത്തേക്ക് വീണ്ടും ഒരു അപ്ഡേറ്റ്. അതായത് നമ്മൾ രാത്രി നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ മഴ കാരണം ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ ഓപ്പറേഷൻ സീസ് ചെയ്യാണ്. ഇങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ അവർ തന്നില്ല. അപ്പൊ ഇതെല്ലാം ആ SOP പാലിച്ചില്ല എന്നുള്ള ഒരു അനാലിസിസിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ശരിയാണ് സാർ പറഞ്ഞത്. കാരണം അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഈ ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പലതും പർവ്വതീകരിച്ച് കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ വേണ്ട കാര്യത്തെ ശ്രദ്ധിക്കാതെ പോവുക, ഇതൊക്കെ സംഭവിക്കുക. അപ്പോൾ കൃത്യമായി ഒഫീഷ്യലായിട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കളക്ടർ തന്നെയോ അല്ലെങ്കിൽ അതേ നിലയിലുള്ള ആളുകൾ വന്ന് പങ്ക് പറഞ്ഞ പോലെ കൃത്യമായ ഒരു ഇടവേളയിൽ ഒരു ബ്രീഫിംഗ് നടത്തിയിരുന്നെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നല്ലേ ഔദ്യോഗികമായി തന്നെ നമുക്കറിയായിരുന്നു, നമുക്കതിൽ ഉറച്ച് വിശ്വസിച്ചു. ഇത് പക്ഷേ നമ്മൾ തേടിയെടുക്കുന്ന വിവരങ്ങളെ അതും നമ്മളെ ഇപ്പോൾ മാധ്യമ പ്രവർത്തകരാണെങ്കിലും 3 കിലോമീറ്റർ അകലെ നിർത്തിക്കാൻ തെറ്റു പറയാൻ കഴിയില്ല, കാരണം അപകട സാധ്യതയുണ്ട്. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു അങ്ങ് പറഞ്ഞ പോലെ ആ കോർഡിനേഷൻ വലിയ പാളിച്ചയാണ്. അത് രാഷ്ട്രീയപരമായും ഭരണപരമായും ഒക്കെ വന്നൊരു വീഴ്ചയാണ് അവിടുത്തെ സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ അല്ലേ? തീർച്ചയായിട്ടും അതൊരു വീഴ്ച തന്നെയാണ്. സിസ്റ്റം പൊളിറ്റിക്കൽ ആയിട്ടുള്ള വീഴ്ചകൾ, അതുപോലെ തന്നെ അവരുടെ റിയാക്ഷൻ ടൈം നോക്കുക. അത് ഞാൻ മനസ്സിലാക്കുന്നത് സബ്ജക്ട് ടു കറക്ഷൻ ശ്രീ ദേവേഷ്, അവിടെ 144 പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് ആ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട്. കാരണം നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ അവിടുത്തെ ആളുകൾക്ക് തന്നെ ധാരാളം പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അവിടുത്തെ വീടുകൾ ഒഴുകിപ്പോയിട്ടുണ്ട്, കുറച്ചുപേരെ കാണാതായിട്ടുണ്ട്. അപ്പൊ എനിക്കറിയില്ല അവരെയൊക്കെ എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു കാര്യമൊന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും ഒരു ഡിസാസ്റ്റർ നടന്നിട്ട് അവരുടെ റിയാക്ഷൻ വളരെ സ്ലോ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അല്ല എന്ന് നമുക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പൊ നമ്മളെ പോലുള്ള ആളുകൾക്ക് മാത്രമല്ല ശ്രീ ദേവേഷ്, ആ വീട്ടുകാരുണ്ട്. ആ വീട്ടുകാർ ഇപ്പം 3 പേരാണ് ഞാൻ മനസ്സിലാക്കുന്നു, ഇൻക്ലൂഡിങ് നമ്മുടെ അർജുൻ. അത് അവരുടെ വീട്ടുകാർക്ക് എന്ത് ഇൻഫർമേഷൻ ആണ് ഇവർ കൊടുക്കാൻ സാധിക്കുക? അപ്പൊ ആദ്യം പറഞ്ഞു അവിടെ ഇല്ല, പിന്നെ പറഞ്ഞു കരയിലില്ല, പിന്നെ അവിടെ ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്തുമാത്രം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ എത്ര ആ ഒരു രീതിയിലേക്ക് ഒരു സീരിയസ്നെസ് കാണിച്ചില്ല എന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ പറയേണ്ടി വരും. ശരിയാണ് സാർ. കാരണം ഈ അപകടമുണ്ടായി സ്വാഭാവികമായിട്ടും നമ്മൾ പലരുടെയും പ്രതികരണങ്ങൾ തേടും. ഇതിൽ ഈ രംഗത്ത് പരിചയമുള്ളവരുടെ ഒക്കെ പ്രതികരണങ്ങൾ തേടും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് 2 വാദങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ നമ്മളൊരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ഈ വരുന്ന വാദങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നാണ്. ഇതാണ് ശരിയെന്ന് ഇത് തെറ്റെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വാദം, ഇത് ഇത്രയും വലിയ വാഹനമാണ്, ഇത്രയും വലിയ ലോഡ് അതിലുണ്ട്, അതങ്ങനെ തള്ളി പുഴയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന് ഒരു കൂട്ടർ പറഞ്ഞു. മറ്റൊരു വാദമുണ്ടായത് ആ വാഹനം, കാരണം ഈ മണ്ണിൻ്റെ അത്രയും വലിയ, നമുക്കറിയാം പ്രകൃതിയോട് നമ്മൾ എത്ര കളിച്ചാലും നമുക്കറിയാം, നമ്മൾ എന്തൊക്കെ മനുഷ്യ കുലം നേടി എന്ന് പറഞ്ഞാലും പ്രകൃതി ഒന്ന് കുടഞ്ഞാൽ തീരുന്ന അവസ്ഥയെ നമ്മുടെ നേട്ടങ്ങൾക്കുള്ളൂ എന്നത് വാസ്തവമാണ്. അപ്പോൾ ആ മണ്ണിൻ്റെ പവർ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെയും ഒക്കെ ആ പവറിൽ ഈ വാഹനം പുഴയിലേക്ക് എത്താൻ ഉള്ള സാധ്യതയുണ്ട് എന്നും പറഞ്ഞു. പക്ഷേ ഈ അഭിപ്രായങ്ങൾ ഇങ്ങനെ ആകാശത്ത് കടന്നു വന്നല്ലാതെ അവിടെ ഇറങ്ങി പണിയെടുക്കേണ്ടവർ
ഒരു കൃത്യമായി ഒരു കൺക്ലൂഷനിലെത്തും, ഇതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊരു തീരുമാനത്തിലെത്തി. ആ വിധത്തിൽ രക്ഷാപ്രവർത്തനം നടന്നില്ല എന്നതൊരു പാകപ്പിഴയാണ്. കാരണം ഒരു വ്യക്തതയില്ലായ്മ ഇതിനെ മുഴുവൻ ബാധിച്ചു അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ തന്നെ മനസ്സിലാക്കുക, ഇവിടുന്ന് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ അദ്ദേഹം പോയിരുന്നു. അപ്പൊ അദ്ദേഹം പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിരുന്നു, അദ്ദേഹം അങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം അദ്ദേഹം അവിടെ ചെന്നു. അദ്ദേഹത്തിന് യാതൊരുവിധ ഒഫീഷ്യൽ ബാക്കിംഗ് ഇല്ല. പക്ഷെ അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വെച്ച് അവര് അദ്ദേഹത്തെ ഇൻകോപ്പറേറ്റ് ചെയ്യുകയും പുള്ളി പറയുന്ന രീതിയിലേക്ക് ഓപ്പറേഷൻ അല്ലെങ്കിൽ അദ്ദേഹം കൂടെ വന്നു. അത് കഴിഞ്ഞിട്ട് സൈന്യം വരുന്നു. സൈന്യത്തിന്റെ ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയ സൈന്യത്തിന്റെ ഇൻപുട്സിൽ ബേസ് ചെയ്യുന്നു. അപ്പൊ ഇന്നലെ റവന്യൂ മിനിസ്റ്റർ പറഞ്ഞത് എനിക്ക് വളരെ വിചിത്രമായിട്ട്, അതായത് നിങ്ങൾ പറയുന്ന രീതിയിലേക്ക് ഞങ്ങൾ ഓപ്പറേഷൻസ് ചെയ്തു, പക്ഷെ അങ്ങനല്ല ആവേണ്ടുള്ളത്. അതൊരു കൗതുകരമായ കാര്യമാണ്. നമ്മൾ പറയുന്നതല്ലല്ലോ, നമ്മൾ സ്വയമായിട്ടും നഷ്ടപ്പെട്ടവർ ആ വൈകാരികതയിൽ നമ്മൾ പല കാര്യങ്ങളും പറയും. അതിനെ കുറച്ചും കൂടെ റീസണബിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ? ആബ്സല്യൂട്ട്ലി, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു ഡിസാസ്റ്റർ എവിടെ വേണമെങ്കിലും നടന്നോട്ടെ, ഇത് ഭാരതമാണ്, ഭാരതത്തിൽ എവിടെ ഡിസാസ്റ്റർ നടന്നാലും അതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞ രീതിയിലേക്ക് നടന്നു. അപ്പൊ നോക്കൂ, അപ്പൊ ഇന്നലെ തന്നെ അവർ ഇന്നും എനിക്കൊന്നൊരു MLA ആരോ പറയുന്നത് കേട്ടു, ഞങ്ങൾ ആദ്യമത്തെ പറയായിരുന്നു ഇവിടെ ഒന്നുമില്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെയ്യാണ്. അപ്പൊ അതല്ലല്ലോ അതിന്റെ രീതി. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനകത്ത് ഒരു ലീഡർഷിപ്പ് റോൾ ഉണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ഒരു SOPയുടെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്ത് പിന്നെ വെളിയിൽ നിന്നുള്ള ഇൻപുട്സ് ഡെഫിനറ്റ്ലി ചിലപ്പം ചിലവർ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ കാണും. ചിലപ്പം ഇപ്പൊ നേരത്തെ നമ്മൾ പറയാം ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ആയിട്ട് ഒരു വ്യക്തി വന്നു. ഓക്കെ, ഫൈൻ, യു ക്യാൻ യൂസ് ദം. അവരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫൈനലായിട്ട് ഡിസിഷൻ എടുക്കുന്നത് അവിടുത്തെ ആളുകളാണ്, അവിടുത്തെ ലോക്കൽ അതോറിറ്റീസ് ആണ് എടുക്കേണ്ടത്. ബിക്കോസ് അവർക്കാണ് ആ ഏരിയയെ കുറിച്ച് അറിവ്, ആ ലോക്കലായിട്ടുള്ള നോളജും ആ പുഴയെ കുറിച്ചുള്ള അറിവുമെല്ലാം. ഇവിടുന്ന് കേരളത്തിൽ നമ്മൾ ഇപ്പൊ 100ഓളം പേര് അവിടെ ചെന്നു. അവരെല്ലാം ആ വികാരത്തിന്റെ പുറത്താണ് പോകുന്നത്. അവർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ട്, പക്ഷെ അതിനെക്കുറിച്ചുള്ള എക്സ്പെർട്ടീസ് ഉള്ളത്, അവർക്കുള്ള നോളജ് ഉള്ളതും അവിടുത്തെ ആളുകളാണ്, അവിടുത്തെ സിസ്റ്റമാണ്. അതാണ് പ്രവർത്തിക്കാതെ ഇന്ന് വന്ന അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്, MLA ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം, ഞങ്ങളുടെ ആളുകളും പോയിട്ടുണ്ട്, രണ്ടുപേരെ കാണാതായിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ ആൾക്കും വേണ്ടി തിരച്ച്. ഞാൻ പറഞ്ഞ ഇതിൽ ഞങ്ങളുടെ ആളോ നിങ്ങളുടെ ആളോ ഒന്നുമില്ല. ഇതൊരു രാജ്യമാണ്. ഈ രാജ്യത്തെ ഓരോ പൗരനും എല്ലാവരുടെയും ജീവന് ഒരേ വിലയാണ്. നമ്മൾ പിന്നെ നമ്മുടെ നാട്ടിൽ ഒരാളായതുകൊണ്ട് നമ്മൾക്കൊരു കുറച്ചുകൂടി നമ്മൾ വൈകാരികമായി അതിൽ ഈ വാർത്തകളെ കൈകാര്യം ചെയ്യുന്നു എന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ആളും നിങ്ങളുടെ ആളും എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോ വരുന്നത് കഷ്ടമാണ്. അപ്പോൾ അവർക്ക് അത്രയും അവിടെ ആ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ പോകുന്നു എന്നതും സങ്കട. രക്ഷാപ്രവർത്തനം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിലേറ്റവും ഒടുവിൽ വന്ന വിവരം പ്രേക്ഷകരോട് ഒന്നുകൂടി പറയുകയാണ്. അതായത് 3 ഇടത്ത് സിഗ്നൽ കിട്ടിയെടുത്തും പരിശോധന നടത്തി നിന്ന് ഈ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കരയിൽ ഈ വാഹനം ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി നദി കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കൊപ്പം ശ്രീ കേണൽ ഡെന്നി തുടരുന്നുണ്ട്. സാർ, ഇപ്പോൾ ഈ പലരും പറയുന്നത് ഇത്രയും വലിയ മരത്തടികളുമായിട്ടുള്ള ലോഡുമായിട്ടാണ് ആ വണ്ടി വന്നത്. അപ്പോൾ ഈ വാഹനം ഏതെങ്കിലും രീതിയിൽ മറിഞ്ഞ് ഇപ്പോൾ നദിയിലേക്ക് പോയാലും കെട്ടുകൾ അഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, ഈ മരത്തടികൾ ഒഴുകുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇതൊക്കെ സാധാരണ മനുഷ്യരുടെ സംശയങ്ങളാണ്. അതൊക്കെ ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യമുള്ളവരോ അല്ലെങ്കിൽ അറിവുള്ളവരാണ് അതിൽ മറുപടി പറയേണ്ടത്. അതൊക്കെ ഉണ്ടാകില്ലേ എന്നൊക്കെ പല ചോദ്യങ്ങളും വരുന്നുണ്ട്. ഇത് എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് അല്ലേ നമുക്കൊരു എത്തുമ്പോഴത്തും കിട്ടാത്ത അവസ്ഥ എന്നതാണ് വാസ്തവം. ശ്രീ ദേവേഷ്, അത് കറക്റ്റാണ്. അതിന്റെ ആളുകൾ ചിന്തിക്കും. അത് നാച്ചുറലി നമുക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ പലർക്കും എങ്ങനെയാണ് നടന്നതെന്നുള്ള ഒരു പോസിബിലിറ്റിയെ കുറിച്ച് ആളുകൾ ചിന്തിക്കും. അതിനെ തെറ്റുമില്ല. കാരണം നമുക്ക് 2-3 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, വീട്ടുകാർ പറഞ്ഞിരുന്നു ഫോൺ റിങ് ചെയ്തിരുന്നു 2 ദിവസം, 18-ാം തീയതി വരെ ഫോൺ റിങ് ആയി എന്ന്. അപ്പൊ അത് സത്യം പറഞ്ഞാൽ സൈബർ സെല്ലിലൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് അതിന്റെ ലാസ്റ്റ് കോൾ എപ്പോഴാണ് വന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നമുക്കത് ഇതുവരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ മൊബൈൽ വർക്ക് ചെയ്യോ, അല്ലെങ്കിൽ ആ ക്യാബിൻ സേഫ് ആയിരുന്നോ, അങ്ങനെയുള്ള ചോദ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ 300ഓളം തടി കഷ്ണങ്ങൾ, ആ തടി കഷ്ണങ്ങൾ വെള്ളത്തിലേക്ക് പോകുമ്പോൾ നാച്ചുറലി ആ ഇമ്പാക്ട് കാരണം ആ കെട്ടി വെച്ചേക്കുന്ന കയറെല്ലാം പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തടി കഷ്ണങ്ങൾ മുകളിലോട്ട് വരേണ്ടല്ലേ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതുവരെ ഒന്നും നമ്മൾ കാണാത്തുണ്ട്. ഇതുവരെ അതിന്റെ അങ്ങനത്തെ ഉള്ള യാതൊരു എവിഡൻസും കാണാത്തുണ്ട്. ശ്രീ ദേവേഷ് പറഞ്ഞ ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ എത്തുന്നത്. അതായത് പ്രകൃതി എന്ന് പറഞ്ഞ ഒരു കാര്യം വലിയൊരു കാര്യമാണ്. അപ്പൊ അതിനകത്ത് നമുക്കൊക്കെ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ലെവലിലേക്ക് ചില കാര്യങ്ങൾ പ്രകൃതി ചെയ്യും. അപ്പൊ നമുക്കത് ചിലപ്പോൾ അത് തോന്നും നമ്മുടെ ഇതെല്ലാം വളരെ ഒരു ഒരു ഫിലോസഫിക്കലായിട്ട് പറയുന്ന രീതിയിലാണ്. പക്ഷെ അതാണ് വാസ്തവം. ഇപ്പം നമ്മളെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം ചിലപ്പം എത്രയോ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് ആമസോൺ ഫോറസ്റ്റിൽ
കുട്ടികൾ എത്രയോ ദിവസം കഴിഞ്ഞിട്ടും രക്ഷപ്പെട്ടു. അപ്പൊ അവിടെയൊക്കെ ഒരു 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 പ്രകൃതിയുടെ ഒരു കാര്യമാണ്. ചില സമയത്ത് അങ്ങനാണ് അത്. അപ്പൊ ഇവിടെ ആ രീതിയിലുള്ള ആ ട്രക്ക് അത് എവിടെയോ ഉണ്ട്. പക്ഷെ അത് ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിമർശനം ഒക്കെ ആയിട്ട് ആളുകൾ പറയുന്നത്, നമ്മൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇത്രയധികം വളർന്നു അല്ലേ, ചന്ദ്രനിലേക്ക് പോയി അല്ലെങ്കിൽ ചൊവ്വയിലേക്ക് കാര്യങ്ങൾ തേടി പോകുന്നു, ഇതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഇവിടെ പറ്റുന്നില്ല, നമ്മുടെ റഡാർ സംവിധാനങ്ങൾ പോലെ. ഇതൊക്കെ രണ്ട് തലത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ. പക്ഷെ നമ്മൾ ഇതിനെ പെട്ടെന്നങ്ങ് കൂട്ടിക്കെട്ടുകയാണ്. അതിലൊരു അല്ലെ, അങ്ങനെ കൂട്ടിക്കെട്ടുന്ന ഒരു ശരിയല്ല എന്ന് തോന്നുന്നു അല്ലേ? അതെ, നമുക്കത് 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഈ സിസ്റ്റം വേണ്ട രീതിയിൽ ഇനീഷ്യലി പ്രവർത്തിച്ചില്ല എന്ന് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഒരു മറുവശത്ത് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ആളുകൾ, അതായത് ആർമി ആയാലും ശരി, NDRF ആയാലും SDRF ആയാലും ശരി, പോലീസ് ആയാലും, കേരള പോലീസ് എന്നുള്ള ആളുകളായാലും, ഇവിടുത്തെ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലുള്ള കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള വോളണ്ടിയേഴ്സ് ആയാലും ശരി, അവരെല്ലാം നിസ്വാർത്ഥമായിട്ടാണ് അവരെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം പരിശ്രമിക്കുന്ന ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്, എങ്ങനെയെങ്കിലും ഈ 3 ജീവൻ അത് അവിടെ ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു ഓപ്പറേഷൻ നയിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരും റിസ്ക് എടുക്കുകയാണ്. ബിക്കോസ് ആ സ്ഥലത്ത് ഏത് നിമിഷം വേണമെങ്കിലും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാം, ഇൻക്ലൂഡിംഗ് മാധ്യമ പ്രവർത്തകർ നിൽക്കുന്ന സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിലും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ ആണ്. ഞാൻ മനസ്സിലാക്കുന്ന ഇന്ന് നല്ല മഴ ഉണ്ടാകാം എന്നുള്ള ഒരു വെതർ റിപ്പോർട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യുമ്പം അവരുടെ ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പൊ അത് ആ ഒരു കാര്യം നമ്മൾ കാണാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെല്ലാം നമ്മളെല്ലാം നമ്മുടെ വീട്ടുകളിൽ നിന്നും മറ്റു സ്ഥലത്ത് നിന്നാണ് ഇതെല്ലാം കണ്ടും ഇതെല്ലാം കേട്ടുമാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. പക്ഷെ ആ ഗ്രൗണ്ടിലുള്ളവർ അവർ പ്രവർത്തിക്കുന്ന അവരുടെ ചില ലിമിറ്റേഷൻസും ചില അവരുടെ എന്താ പറയാ, അവരുടെ ആ ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ ചില പറഞ്ഞ പോലെ അവിടെ ആ മണ്ണിൽ നിൽക്കുമ്പോഴേ, അതിപ്പോൾ ഞങ്ങളെ ശ്രീധരനായാലും രാഹുലും ഒക്കെ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ അറിയാം. കാരണം അവിടെ നിൽക്കുമ്പോഴാണ് ഇത് എത്രത്തോളം ഭീകരമായൊരു അവസ്ഥയാണ്, നമ്മുടെ കയ്യിൽ നിന്ന് നിൽക്കുന്നതല്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്ന തരത്തിൽ അത്രയും വലിയ അപകടം ഉണ്ടായിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഈ രക്ഷാ ദൗത്യമൊക്കെ നടത്തുന്നത്. അതിൻ്റെ പരിമിതികളുണ്ട്, അതിൻ്റെ വെല്ലുവിളികളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും വളരെ നന്ദി ശ്രീ കനൽ ഡിന്നി, വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞതിന്. നമുക്കിപ്പോഴും പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നതാണല്ലോ മനുഷ്യൻ ഇപ്പോഴും ചെയ്യാവുന്ന കാര്യം. നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം.